വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനത്തിലൂടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവിക പുണ്യമാണ് പ്രത്യാശ. പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അർത്ഥമില്ല. എല്ലാവരിലും തുടിച്ചു നിൽക്കുന്ന വികാരമാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമാണത്. നല്ല നാളേക്കുള്ള കാത്തിരിപ്പാണ്. പ്രത്യാശ നഷ്ടപ്പെടുന്നിടത്താണ് നിരാശ കയറിപ്പറ്റുന്നത്. കപ്പലിൻ്റെ പുറത്തെ വെള്ളമല്ല, കപ്പലിനുള്ളിൽ കയറുന്ന വെള്ളം തന്നെയാണ് കപ്പലിനെ മുക്കുന്നത്. ഇരുമ്പിനെ നശിപ്പിക്കാൻ തുരുമ്പിനെ സാധിക്കൂ എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ നഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ജീവിതത്തിൽ പരാജയം നുകരാത്തവരായി ആരുണ്ട്? നഷ്ടപ്പെടുത്തലുകൾ നേട്ടങ്ങളുടെയും പരാജയങ്ങൾ വിജയങ്ങളുടെയും മുന്നോടിയാണ്. നമുക്ക് മുൻപേ ജീവിച്ച വിശുദ്ധരും മഹത് വ്യക്തികളും നന്നായി തുടങ്ങിയവരല്ല, എന്നാൽ നന്നായി അവസാനിപ്പിച്ചവരാണ്. നമുക്ക് മുൻപേ ഓടിയവർ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിൽ വേദനകളിൽ അടിപതറിയിരുന്നവരായെങ്കിൽ അവർ ഒരിക്കലും വിജയത്തിലെത്തുമായിരുന്നില്ല. ജീവിതത്തിൽ വലിയ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റീനോസ് ആയതിന് പിന്നിൽ പ്രത്യാശയുടെ ഒരു നാളെയുണ്ടെന്ന ബോധ്യമാണ്. പാപത്തിൽ മാത്രം ജീവിച്ചിരുന്നെങ്കിൽ സഭയ്ക്ക് ഒരു നല്ല വിശുദ്ധനെ ലഭിക്കില്ലായിരുന്നു. മകന്റെ തിരിച്ചുവരവിനും മാനസാന്തരത്തിനും മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചത് 28 വർഷമാണ്. 28 വർഷം ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ മോനിക്കയെ പ്രേരിപ്പിച്ചത് ഈ പ്രത്യാശയാണ്. അതുകൊണ്ട് പ്രത്യാശ നമ്മിൽ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ. രാമു ഒരു മീൻ കച്ചവടക്കാരനാണ്. വലിയ പ്രാരാബ്ധമാണ് രാമുവിനെ. കെട്ടിച്ചയക്കാൻ നിൽക്കുന്ന പെങ്ങന്മാർ, അമ്മയെ നോക്കണം, വീട് പണിയണം. അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഒരു വീട്ടുകാർ അവനെ ഗൾഫിൽ കൊണ്ടുപോയി. ഓഫീസിൽ പ്യൂൺ പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് അവൻ പോയി. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കേട്ട രാമു തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന കാര്യം ആദ്യമേ വെളിപ്പെടുത്തി. ഇംഗ്ലീഷ് അറിയാതെ ഈ കമ്പനിയിൽ ജോലി തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് കേട്ട് രാമു പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് പുറത്തിറങ്ങി നടന്നു വരുമ്പോഴാണ് നല്ല പരിചയമുള്ള മണം. അടുത്ത് കണ്ട മീൻ മാർക്കറ്റിൽ കയറി. ചിലവിനായി 50 ദിർഹം കയ്യിലുണ്ടായിരുന്നു. അതിന് മീൻ വാങ്ങി. രാമു നടന്നു. എന്തു ചെയ്യും? അപ്പോഴാണ് മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം കണ്ണിൽപ്പെട്ടത്. രാമു ഓരോ വീട്ടിലും കയറി മീൻ വിറ്റു. 70 ദിർഹം കിട്ടി. അങ്ങനെ രാമു ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം മീൻ മാർക്കറ്റിൽ കയറി ഇറങ്ങി. രാമു കടങ്ങളെല്ലാം മാറി, വീട് പണിതു, പെങ്ങന്മാരുടെ എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞു. സാവധാനം വലിയൊരു കോടീശ്വരനായി തീർന്നു. ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെയും കൂട്ടി വന്ന രാമുവിനോട് അവർ ചോദിച്ചു, ഇംഗ്ലീഷ് കൂടി പഠിക്കാമായിരുന്നില്ലേ? ചിരിച്ചുകൊണ്ട് രാമു തൻ്റെ കഥയൊക്കെ പറഞ്ഞു. അന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ഓഫീസിലെ പ്യൂൺ തന്നെയായി പോകുമായിരുന്നു. ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ കണ്ടുകൊണ്ട് പ്രത്യാശയുള്ളവരായി കഴിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെയും പ്രത്യാശയോടെ ജീവിക്കാൻ പഠിപ്പിക്കാം. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ സാജനച്ചൻ്റെ ഗാനത്തിൻ്റെ ആ ഈരടികൾ ഓർമ്മയില്ലേ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. അതിനാൽ നിരാശയൊക്കെ മാറ്റി പ്രത്യാശയോടെ ജീവിക്കാൻ, പുതുപുത്തൻ സ്വപ്നങ്ങൾ കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ.